കഴിഞ്ഞ ദിവസം നമ്മൾ ലുലു മാളിൽ പോയപ്പോൾ അവിടെ ഈ കൊഞ്ചും പിന്നെ ഈ കാളാഞ്ചി എന്ന് പറയുന്ന മീനും ഇരിപ്പുണ്ടായിരുന്നേ. കയ്യോടത് വെട്ടി വാങ്ങിച്ചോണ്ട് വന്നു. മീനൊക്കെ വാങ്ങിച്ചോണ്ട് തന്നെ എല്ലാവർക്കും രാത്രി ചോറുണ്ണാൻ ആഗ്രഹം തോന്നി. വീട്ടിലാണെങ്കിൽ ചോറ് ഇരിപ്പില്ലാത്തതുകൊണ്ട് അമ്മ പെട്ടെന്ന് കുക്കറിൽ അരി അങ്ങ് അടുപ്പത്തിട്ടു. ഈ കൊഞ്ച് എനിക്ക് അലർജി ആയതുകൊണ്ട് ഇവിടെ ഞങ്ങൾ അങ്ങനെ കൊഞ്ച് വാങ്ങിക്കാറില്ല കേട്ടോ. ഇന്നിപ്പോ ഏട്ടനും അനന്തവും കഴിക്കുന്നതുകൊണ്ട് ഞങ്ങളെ കൊഞ്ച് വാങ്ങിച്ചത്. അമ്മയും അനന്തവും കൂടെ ഇരുന്ന് കൊച്ചുള്ളി പൊളിക്കുമ്പോഴത്തേന് ഞാൻ മീനിന്റെ അരപ്പൊക്കെ തേച്ച് കേട്ടോ വറക്കാനുള്ളത്. അനന്തു എന്നിട്ട് വെളുത്തുള്ളിയൊക്കെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തു. ഇതിന്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ കാളാഞ്ചി മീൻ കറി അങ്ങ് ആക്കാന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ മീൻ കറിയിൽ കൊച്ചുള്ളി കാര്യങ്ങളൊന്നും ഇടാത്തതാണ്. പക്ഷെ ഇന്ന് എന്തോ കൊച്ചുള്ളിയൊക്കെ അമ്മ പൊളിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് കുറച്ച് കൊച്ചുള്ളിയൊക്കെ പറക്കി എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ആ ഒരു അരപ്പിന്റെ പച്ചമണം മാറുന്നവരെ. അപ്പോഴാണ് അനന്തു തേങ്ങ തിരുമാങ്കണത് കഷ്ടപ്പെടുന്ന കാണുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു മോനെ ഇതിനൊക്കെ ഒരു നാക്ക് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവനെ തള്ളി മാറ്റി ആ നാക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ പിന്നെ ബാക്കി തേങ്ങകളെല്ലാം അങ്ങ് തിരുമ്മി വെച്ചു. ആ ഒരു സമയം കൊണ്ട് എനിക്ക് തോന്നിയ ഐഡിയയിൽ ഈ അരപ്പെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കി എണ്ണ തെളിയിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നിന്ന് കാല് കഴിച്ചുകൊണ്ട് പിന്നെ ഞാനതിൽ വെള്ളം കോരി ഒഴിച്ചങ്ങ് ഇളക്കി കേട്ടോ. പിന്നെ പാകത്തിന് പുളിയിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ മീൻ കഷ്ണങ്ങളും കോരിയിട്ടു. എന്റെ മീൻ കഷ്ണങ്ങൾ തിളയ്ക്കുമ്പോഴത്തേന് അപ്പുക്കുട്ടന്റെ അനന്തുക്കുട്ടന്റെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പാത്രങ്ങളിലായിട്ടാണ് വെച്ചത്. അങ്ങനെ അത് റെഡി ആയി കഴിഞ്ഞപ്പോൾ അത് ഞാൻ പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് മാറ്റിയിട്ട് ഈ പാത്രങ്ങളെല്ലാം കൂടെ ഞാൻ കഴുകാൻ പറക്കിയിട്ടു. അങ്ങനെ മീൻകറിയും എല്ലാം റെഡി ആയിട്ട് 2 പേർ കൂടെ ആഹാരം കൊടുത്തു. ഏട്ടനാണെങ്കിൽ കൊഞ്ച് കഴിച്ചിട്ട് ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അനന്തു അല്ലെങ്കിലും പണ്ടേ നല്ലതായിട്ട് പാചകം ചെയ്യും. ആ ഒരു സമയം കൊണ്ട് ഞാൻ അടുക്കളയൊക്കെ ഒതുക്കി തൂത്തുവാരി ഒന്ന് വിരിച്ചപ്പോഴത്തേന് ഉറങ്ങിക്കിടന്ന അപ്പുക്കുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കഴിച്ച പാത്രങ്ങൾ അവർ തന്നെ കഴുകിയൊക്കെ വെച്ചിട്ട് ഞാൻ ഷീറ്റും വിരിച്ച് ഞാൻ കിടക്കാൻ പോവാണ്, ബാക്കിയെല്ലാം നീ ചെയ്തോണോ എന്ന് അനന്തൂനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അപ്പുക്കുട്ടനെ തോളെ കിടത്തി ഉറക്കി അവനെ കൊണ്ടം കിടത്തി. ശേഷം വന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് എന്റെ കൺമഷിയും ലിപ്സ്റ്റിക്കും എല്ലാം തുടച്ച് മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഞാൻ പോയി കിടന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.